ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യോഹന്നാന്റെ സുവിശേഷ പഠനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം 14-ാമത്തെ അധ്യായമാണ് പഠിച്ചു തീർന്നത്. ഇന്ന് 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് ആരംഭിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു ഞാനാകുന്നു എന്ന് 7 പ്രാവശ്യം 7 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. നാം ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ ആകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇങ്ങനെ 7 കാര്യങ്ങൾ യേശു ഞാനാകുന്നു എന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞത് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 7-ാമത്തേതാണ് യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഐ ആം ദ ട്രൂ വൈൻ. എന്നാൽ യോഹന്നാൻ യേശു പറഞ്ഞ ഈ സന്ദേശം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. 15-ാം അധ്യായം നാം വായിക്കുമ്പോൾ സ്നേഹിതന്മാരുടെ ഒരു ചിത്രം കൂടെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ എന്നും യേശു ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് എന്ന് നാം ഓർത്തിരിക്കണം. അപ്പോൾ ഒരു വിശ്വാസിയുടെ 2 ചിത്രങ്ങൾ യേശു വരച്ചിടുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസിയുടെ 2 ചിത്രങ്ങൾ യേശു വരച്ചിട്ടതാണ്. 1-ാമത്തെ ചിത്രം 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കൊമ്പുകൾ അല്ലെങ്കിൽ ശാഖകൾ, മുന്തിരിവള്ളിയിലെ കൊമ്പുകൾ, മുന്തിരിവള്ളിയിലെ ശാഖകൾ എന്നതും, 2-ാമത്തെ ചിത്രം 15-14 സ്നേഹിതന്മാർ എന്നതുമാണ്. വിശ്വാസിയെ മുന്തിരിവള്ളിയിലെ കൊമ്പുകളോടും സ്നേഹിതന്മാരോടും ഉപമിച്ചിരിക്കുന്നു. ഈ 2 ചിത്രങ്ങളും വിശ്വാസികളുടെ പദവികളും ഉത്തരവാദിത്തങ്ങളുമാണ് വെളിപ്പെടുത്തുന്നത്. വിശ്വാസിക്ക് ചില പ്രിവിലേജസ്, പദവികളുണ്ട്, അതോടൊപ്പം റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഈ 2 കാര്യങ്ങളും ഈ 2 ഉദാഹരണങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുന്തിരിവള്ളിയിലെ കൊമ്പുകൾ എന്ന നിലയ്ക്ക് മുന്തിരിവള്ളിയാകുന്ന യേശുവിന്റെ അതേ ജീവൻ കൊമ്പുകളാകുന്ന നമുക്കും പങ്കുള്ളതാണ് എന്നത് നമ്മുടെ വലിയ പദവിയാണ്. എന്നാൽ കൊമ്പ് നിരന്തരം മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ടിരിക്കണം എന്നതാണ് ഉത്തരവാദിത്വം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, ആസ് ബ്രാഞ്ചസ് we have the privilege of sharing his life and the responsibility of abiding in him. ഇനി സ്നേഹിതന്മാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് അവന്റെ ഇഷ്ടം അറിയാനുള്ള പദവിയും അവന്റെ ഇഷ്ടം അനുസരിക്കാനുള്ള ഉത്തരവാദിത്വവും ഉണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, ആസ് ഫ്രണ്ട്സ് we have the privilege of knowing his will and the responsibility of obeying his will. നമുക്ക് ഈ പഠനത്തിൽ ആദ്യം കൊമ്പുകളെക്കുറിച്ചും പിന്നീട് സ്നേഹിതന്മാരെക്കുറിച്ചും ചിന്തിക്കാം. നമ്മുടെ പദവി നാം കൊമ്പുകളാണെന്നുള്ളതാണ്. നമ്മുടെ ഉത്തരവാദിത്വം നാം മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതാണ്. ആ കാര്യം ഗ്രഹിക്കുന്നതിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആവക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരുപ്പാനും നിങ്ങളുടെ സന്തോഷം
പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾ അധികരിച്ച് കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇസ്രായേലിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സുപ്രധാന ഭാഗമാണ് മുന്തിരി കൃഷിയും മുന്തിരിത്തോട്ട നിർമ്മാണവും. അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതി പോലും മുന്തിരി കൃഷിയിൽ അധിഷ്ഠിതമാണ്. ഹെരോദ രാജാവ് പണിത ദൈവാലയത്തിന്റെ അലങ്കാരം സ്വർണ്ണ മുന്തിരികൾ ആയിരുന്നു. അതുകൊണ്ട് യേശു ഈ സാദൃശ്യം പറഞ്ഞപ്പോൾ മുന്തിരിവള്ളി, കൊമ്പുകൾ, തോട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞത് എല്ലാ യഹൂദന്മാർക്കും യേശുവിന്റെ ശിഷ്യന്മാർക്കും സുപരിചിതമായിരുന്നു. അവർക്കത് വളരെ നന്നായിട്ട് മനസ്സിലായി. അതിൽ മനസ്സിലാകാത്തതോ പുതുമയുള്ളതോ ആയി ഒന്നും ഉണ്ടായിരുന്നില്ല. യേശു ഈ ചിത്രം വഴി പഠിപ്പിച്ചത് മനസ്സിലാക്കാൻ യേശു ഊന്നൽ നൽകിയ 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം ആ 4 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത് മുന്തിരിവള്ളി, രണ്ടാമത് കൊമ്പുകൾ, മൂന്നാമത് തോട്ടക്കാരൻ, നാലാമത് ഫലം. ശ്രദ്ധിച്ചല്ലോ, മുന്തിരിവള്ളി, കൊമ്പുകൾ, തോട്ടക്കാരൻ, ഫലം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് മുന്തിരിവള്ളിയെയും കൊമ്പുകളെയും കുറിച്ച് ചിന്തിക്കാം. അടുത്ത ക്ലാസ്സിൽ തോട്ടക്കാരനെയും ഫലത്തെയും കുറിച്ച് പഠിക്കാം. ഒന്നാമത് നമുക്ക് മുന്തിരിവള്ളിയെക്കുറിച്ച് ചിന്തിക്കാം. തിരുവചനത്തിൽ 3 വ്യത്യസ്ത മുന്തിരിവള്ളികൾ കാണാം. പഴയ കാലത്തിൽ മുന്തിരിവള്ളി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു പ്രതീകം ആയിരുന്നു. ഞാൻ ഇനി പറയുന്ന വേദഭാഗങ്ങൾ വായിച്ചാൽ അത് നന്നായിട്ട് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 80 8 മുതൽ 19 വരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ, യിരെമ്യാവ് 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, യെഹെസ്കേൽ 19-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെ, ഹോശേയ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഈ വേദഭാഗങ്ങളിൽ ചിലത് നമുക്ക് വായിച്ച് കേൾക്കുന്നതും പ്രയോജനകരമായിരിക്കും. ഒന്നാമത് 80-ാം സങ്കീർത്തനം 8-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ ഞാൻ വായിക്കട്ടെ. നീ മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിനെ തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്ത്? കാട്ടുപന്നി അതിനെ മാന്തി കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരേണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ ഫലസനത്താൽ അവർ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഈ വായിച്ച സങ്കീർത്തന ഭാഗത്ത് നിന്ന് 2 വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 80-ാം സങ്കീർത്തനം 8-ാം വാക്യം, നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി ഇസ്രായേലാണ് എന്ന് വ്യക്തമാണല്ലോ. 80-ാം സങ്കീർത്തനം 15-ാം വാക്യത്തില് നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. ഇങ്ങനെയുള്ള വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വലങ്കൈ നട്ടിട്ടുള്ളത് ഇസ്രായേലിനെയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കിതോട് ചേർത്ത് വായിക്കാം. യെശയ്യാവ് 5 1 മുതൽ 7 വരെ. ഞാൻ എൻ്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ലവക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരുശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ.
ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറെ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാനതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യ്ക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം; നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്നുകൂടെ കേൾക്കുക. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരും ആകുന്നു. വളരെ വ്യക്തമായിട്ട് എന്താണ് പഴയ കാലഘട്ടത്തിലെ മുന്തിരിത്തോട്ടം എന്നീ വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തില്, ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ എന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും ഇതേ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യെഹെസ്കേൽ 19ന്റെ 10 മുതൽ 14 വരെ. നിന്റെ അമ്മ മുന്തിരിത്തോട്ടത്തിൽ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന മുന്തിരിവള്ളി പോലെയാകുന്നു. വളരെ വെള്ളമുള്ളതുകൊണ്ട് അത് ഫലപ്രദവും തഴച്ചതുമായിരുന്നു. അതിൽ അധിപതികളുടെ ചെങ്കോലുകൾക്കായി ബലമുള്ള കൊമ്പുകൾ ഉണ്ടായിരുന്നു. അത് തിങ്ങിയ കൊമ്പുകളുടെ ഇടയിൽ വളർന്നു പൊങ്ങിയിരുന്നു. അത് പൊക്കം കൊണ്ടും കൊമ്പുകളുടെ പെരുപ്പം കൊണ്ടും പ്രസിദ്ധമായിരുന്നു. എന്നാൽ അതിനെ ക്രോധത്തോടെ പറിച്ച് നിലത്ത് തള്ളിയിട്ടു. കിഴക്കൻ കാറ്റ് അതിന്റെ ഫലം ഉണക്കിക്കളഞ്ഞു. അതിന്റെ ബലമുള്ള കൊമ്പുകൾ ഒടിഞ്ഞ് ഉണങ്ങിപ്പോയി തീക്കിരയായി തീർന്നു. ഇപ്പോൾ അതിനെ മരുഭൂമിയിൽ ഉണങ്ങി വരേണ്ട നിലത്ത് നട്ടിരിക്കുന്നു. അതിന്റെ കൊമ്പുകളിലെ ഒരു കോലിൽ നിന്ന് തീ പുറപ്പെട്ട് അതിന്റെ ഫലം ദഹിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ആധിപത്യത്തിന് ചെങ്കോലായിരിക്കാൻ തക്ക ബലമുള്ള കോൽ അതിൽ നെടുപ്പാൻ ഇല്ലാതെ പോയി. ഇതൊരു വിലാപമായി തീർന്നുമിരിക്കുന്നു. ഈ വായിച്ച വാക്യങ്ങളിൽ 19-13 ഇപ്പോൾ അതിനെ മരുഭൂമിയിൽ ഉണങ്ങി വരേണ്ട നിലത്ത് നട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഹോശേയ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ഹോശേയ 10:1, ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളി ആകുന്നു. അവൻ ഫലം കായ്ക്കുന്നു. തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തന്റെ ദേശത്തിന്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹസ്തംഭങ്ങളെ ഉണ്ടാക്കി. ഹോശേയ 10:1 ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളി ആകുന്നു. ഈ വേദഭാഗങ്ങളെല്ലാം പഴയ കാലഘട്ടത്തിലെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ആയിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ. ദൈവകൃപയുടെ അത്ഭുത വ്യാപാരത്താൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ആകുന്ന മുന്തിരിവള്ളിയെ ദൈവം കനാനിലേക്ക് പറിച്ചു നട്ടു. എന്ന് മാത്രമല്ല, ഇസ്രായേൽ രാഷ്ട്രത്തിന് ദൈവം സർവ്വ നന്മകളും സകല ഐശ്വര്യങ്ങളും നൽകി. യെശയ്യാവ് 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ദൈവം ചോദിച്ചത് നാം ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? ലോകത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രത്തിന് വിജയത്തിലെത്താൻ എന്തെല്ലാം ആവശ്യമായിരുന്നോ അതെല്ലാം ദൈവം ഇസ്രായേലിന് നൽകി. എന്നാൽ ഇസ്രായേൽ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയായിരുന്നു. നാം വായിച്ച ഭാഗത്തൊക്കെ അത് കണ്ടല്ലോ. നീതിയും ന്യായവും നടത്തേണ്ടതിന് പകരം അവർ പീഡനം നടത്തി. നീതിക്ക് പകരം അവർ അനീതി വളർത്തി. ഇസ്രായേലിൽ നിന്ന് പീഡിതന്മാരുടെ നിരാശയുടെ നിലവിളി ശബ്ദം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൈവത്തിന് ഇസ്രായേലിനോട് ഇടപെട്ട് അവരെ ശുദ്ധീകരിച്ച് ചെത്തി വെടിപ്പാക്കേണ്ടി വന്നു. എന്നാൽ അതും നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിച്ചില്ല. ദൈവത്തിന്റെ പുത്രൻ തന്നെ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നു. അപ്പോൾ അവർ അവനെ പുറത്താക്കി അവനെ കൊന്നുകളഞ്ഞു. അതൊരു ഉപമയായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉപമ കേട്ടപ്പോൾ തന്നെ അവർക്ക് അവരെക്കുറിച്ചാണത് പറയുന്നതെന്ന് ബോധ്യപ്പെട്ടല്ലോ. മത്തായി 21, 33 മുതൽ 46 വരെ വായിക്കുക. 21-ാം അധ്യായത്തിന്റെ 37 മുതൽ 39 വരെ ഞാൻ വായിക്കട്ടെ. മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവീൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച്
തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ഇത് പഴയ മുന്തിരിവള്ളിയുടെ കഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 മുന്തിരിവള്ളികൾ നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഒന്ന് പഴയ മുന്തിരിവള്ളിയാണ്. ആ പഴയ മുന്തിരിവള്ളിയുടെ കഥയാണ്, അതിൻ്റെ ചരിത്രമാണ് ഇതുവരെ ഞാൻ നിങ്ങളെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇനി രണ്ടാമതായിട്ട് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് ഒരു ഭാവി മുന്തിരിവള്ളി ഉണ്ടെന്നാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് ഭാവി മുന്തിരിവള്ളിയെ നാം കാണുന്നത്. വെളിപ്പാട് 14-ാം അധ്യായത്തിന്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്തു നടന്നു. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു. മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരിക്കുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. ഈ വായിച്ച വേദഭാഗത്ത് വിവരിച്ചിരിക്കുന്നത് ഭൂമിയിലെ മുന്തിരിവള്ളിയെക്കുറിച്ചാണ്. 14:18 ഭൂമിയിലെ മുന്തിരിങ്ങ, 14:19 ഭൂമിയിലെ മുന്തിരിക്കുല എന്ന പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. ഭൂമിയിലെ മുന്തിരിവള്ളി, ഇത് ലോകജാതികളുടെ ഒരു ചിത്രമാണ്. ദൈവത്തിന്റെ ന്യായവിധിക്കായി മൂത്ത് പഴുത്തിരിക്കുന്ന ലോക വ്യവസ്ഥിതി. വിശ്വാസികൾ സ്വർഗീയ മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികൾ ഭൂമിയിലെ മുന്തിരിവള്ളിയുടെ കൊമ്പുകളും. അവിശ്വാസികളായ മനുഷ്യർ അവരുടെ നിലനിൽപ്പിനും സംതൃപ്തിക്കുമായി ലോകത്തിൽ ആശ്രയിക്കുന്നു. എന്നാൽ വിശ്വാസികൾ ആശ്രയിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഭൂമിയിലെ മുന്തിരിവള്ളി വെട്ടി നശിപ്പിച്ച് ദൈവം അവയെ ഇല്ലായ്മ ചെയ്യും. ഇതാണ് 2 മുന്തിരികൾ. ഇനി മൂന്നാമതായിട്ട് ഇന്നത്തെ മുന്തിരിവള്ളി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതേക്കുറിച്ചാണ് യോഹന്നാൻ 15-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടത്. മുന്തിരിവള്ളി ഉണ്ടെങ്കിൽ അതിൽ കൊമ്പുകളും ഉണ്ടല്ലോ. യേശുവാണ് സാക്ഷാൽ മുന്തിരിവള്ളി. അവനാണ് യഥാർത്ഥ മുന്തിരിവള്ളി. ബാക്കി എല്ലാ മുന്തിരികളും യേശുവിൻ്റെ അനുകരണങ്ങൾ മാത്രമാണ്. വിശ്വാസികളായ നാം യാഥാർത്ഥ്യങ്ങളിലാണ് ജീവിക്കുന്നത്, അല്ലാതെ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, പകരക്കാരിൽ, പകരം സാധനങ്ങളിൽ അല്ല. മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന സാദൃശ്യം തലയും ശരീരവും എന്ന സാദൃശ്യത്തിന് തുല്യമാണ്. നമുക്ക് ക്രിസ്തുവുമായി ഒരു സജീവ ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, നാം അവനുള്ളവരാണ്. പലരും അവരവരുടെ വീട്ടിലും നാട്ടിലുമൊക്കെ മുന്തിരിവള്ളി നട്ടു വളർത്താറുണ്ട്. എന്നാൽ അവയൊന്നും ഇസ്രായേലിൽ വളരുന്ന മുന്തിരിവള്ളിക്ക് ഒപ്പം വയ്ക്കാൻ പറ്റുകയില്ല. ഇസ്രായേലിലുള്ളവ ശക്തവും വലിപ്പമേറിയവയുമായ മുന്തിരിവള്ളികളാണ്. പക്വതയെത്തിയ അല്ലെങ്കിൽ മൂപ്പെത്തിയ ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ നിന്ന് അടർത്തി മാറ്റാൻ വല്ലാതെ പണിപ്പെടേണ്ടതായിട്ട് വരും. ഇനി എങ്ങാനും ബലം പ്രയോഗിച്ച് അതിനെ മുറിച്ചു മാറ്റിയാൽ തന്നെ അത് മുന്തിരിവള്ളിക്കും കൊമ്പിനും കേടുപാടുകൾ ഉണ്ടാക്കും. ഇതെന്താണ് കാണിക്കുന്നത്? നമുക്ക് കർത്താവിനോടുള്ള ബന്ധം ഒരു സജീവ ഐക്യബന്ധമാണ്. അതുകൊണ്ടാണ് ഫലം കായ്ക്കാൻ കഴിയുന്നത്. കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം സജീവ ഐക്യം മാത്രമല്ല, സ്നേഹത്തിൻ്റെ ഒരു പിരിയാത്ത കൂട്ടായ്മ ബന്ധവും കൂടെയാണ്. അതുകൊണ്ട് നമുക്കവനെ അനുഭവിക്കാൻ കഴിയും. ഇതൊരു സ്ഥായിയായ നിലനിൽപ്പുള്ള സ്ഥിരബന്ധവും കൂടെയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വസിക്കുന്ന കൊമ്പിന് ഭയാശങ്കകളുടെ ആവശ്യം ഇല്ല. ഇതാണ് മുന്തിരിവള്ളിയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് മുന്തിരിവള്ളിയിൽ നിൽക്കുന്ന കൊമ്പുകളെക്കുറിച്ച് അല്ലെങ്കിൽ ശാഖകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മുന്തിരിവള്ളിയിലുള്ള ഓരോ കൊമ്പും അതിൽ തന്നെ ബലഹീനവും അതിൽ തന്നെ ഉപയോഗശൂന്യവുമാണ്. വാരിക്കൂട്ടി തീ കത്തിക്കാനല്ലാതെ മറ്റൊരു പണിക്കും മുന്തിരിയുടെ കൊമ്പുകൾ ഉപയോഗപ്പെടുന്നില്ല. എഹെസ്കേൽ 15-ാം അധ്യായം മുന്തിരിവള്ളിയുടെ ഉപയോഗശൂന്യത വിവരിക്കുന്നുണ്ട്. ചില വാക്യങ്ങൾ മാത്രം
ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. എഹെസ്കേൽ 15:2 മുന്തിരിവള്ളിക്ക് എന്ത് വിശേഷതയുള്ളൂ? 15:3 വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്ന് മരമെടുക്കാമോ? തൂക്കിയിടേണ്ടതിന് അതുകൊണ്ടൊരു ആണി ഉണ്ടാക്കാമോ? അതിനെ തീക്കിരയായി കൊടുക്കുന്നു. 4-ാം വാക്യം, ഇനി അത് വല്ല പണിക്കും കൊള്ളുമോ? 5-ാം വാക്യം, അതൊരു പണിക്കും കൊള്ളാതിരുന്നു. കത്തിച്ചു കളയുക എന്നതല്ലാതെ മുന്തിരിക്കൊമ്പിനെ ഒരു പണിക്കും കൊള്ളുകയില്ല. കൊമ്പിന് തന്നിൽ തന്നെ ജീവൻ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുകയില്ലല്ലോ. കൊമ്പിനുള്ള ജീവനും കൊമ്പിൽ കൂടി ഒഴുകുന്ന ജീവരസവും മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പ് വലിച്ചെടുക്കേണ്ടതാണ്. ആത്മാവിനാൽ നമുക്ക് യേശുവിനോടുള്ള നിരന്തര സംസർഗം വഴിയാണ് കൊമ്പിന് ഫലം കായ്ക്കാനായിട്ട് കഴിയുന്നത്. തിരുവചനത്തിൽ ക്രിസ്തുവിനെയും വിശ്വാസിയെയും ചിത്രീകരിക്കുന്ന സകല ഉപമകളിലും ഏറ്റവും പ്രധാനമായ ആശയം ഐക്യവും സംസർഗവും, യൂണിയൻ ആൻഡ് കമ്മ്യൂണിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഐക്യവും സംസർഗവുമാണ്. ഞാൻ ചില ചിത്രീകരണങ്ങൾ അല്ലെങ്കിൽ ഉപമകൾ പറയുകയാണെങ്കിൽ യേശുവിനെയും വിശ്വാസികളെയും ശരീരവും അവയവങ്ങളും എന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം വായിക്കുക. മണവാട്ടിയും മണവാളനും എന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ 33 വരെ വായിക്കുക. ആടുകളും ഇടയനും എന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. യോഹന്നാൻ 10-ാം അധ്യായം വായിക്കുക. ശരീരത്തെയും അവയവങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട അല്ലെങ്കിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഒരു അവയവം നിർജീവമാണ്, അത് പ്രയോജനരഹിതമാണ്, അതിന് നിലനിൽപ്പോ ജീവനോ ഉണ്ടാവുകയില്ല എന്ന് ഓർക്കുക. മണവാളൻ മണവാട്ടി എന്ന സാദൃശ്യത്തിൽ വിവാഹത്തിലേക്കാണല്ലോ നമ്മുടെ ശ്രദ്ധ വരുന്നത്. വിവാഹം ഐക്യവും സംസർഗവും സൃഷ്ടിക്കുന്നു. എന്നാൽ ആ ബന്ധം സജീവമായി നിലനിൽക്കാൻ ദിനംപ്രതിയുള്ള സ്നേഹവും സമർപ്പണവും സംസർഗവും ആവശ്യമാണല്ലോ. 3-ാമത്, ആടുകളും ഇടയനും എന്ന സാദൃശ്യം നോക്കുകയാണെങ്കിൽ ഇടയൻ ആടുകളെ ആട്ടിൻ തൊഴുത്തിൽ കൊണ്ടുവരുന്നു. എന്നാൽ ആടുകൾ നിരന്തരം ഇടയനെ അനുഗമിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ആടുകൾ നിരന്തരം ഇടയനോട് ചേർന്നിരുന്നാൽ മാത്രമേ ആടുകൾക്ക് സുരക്ഷിതത്വവും ആവശ്യമായ ഭക്ഷണവും പാനീയവും ഒക്കെ കൃത്യമായി ലഭിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഉപമകളിൽ അല്ലെങ്കിൽ ഉദാഹരണങ്ങളിലൊക്കെ ക്രിസ്തുവും വിശ്വാസികളും തമ്മിലുള്ള ഐക്യം, സംസർഗം, യൂണിയൻ, കമ്മ്യൂണിയൻ അത് അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വിശ്വാസികളായ നാം കൊമ്പുകൾ മാത്രമാണെന്ന് എത്രയും വേഗം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്രയും വേഗം കർത്താവിനോട് ചേർന്നിരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ കൊമ്പുകളാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മുന്തിരിവള്ളി കർത്താവ്, നമ്മൾ കൊമ്പുകൾ. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ നാം നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയും. നമുക്ക് ശക്തി ആവശ്യമാണെന്ന് ശക്തനായ കർത്താവിനോട് നാം ഏറ്റുപറയും. അവൻ നമുക്ക് ആവശ്യമായ ശക്തി പകർന്നു തരികയും അവൻ നമ്മെ നിലനിർത്തുകയും അവൻ ജീവിക്കുന്നത് കൊണ്ട് നമുക്കും ജീവിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും. മുന്തിരിവള്ളിയും കൊമ്പുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അബൈഡ് അല്ലെങ്കിൽ വസിക്കുക എന്നതാണ്. നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ 11 പ്രാവശ്യം വസിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. വസിക്കുക എന്ന് പറയുമ്പോൾ നിരന്തരം വസിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂ ടു അബൈഡ് എന്നും ചേർത്ത് വെച്ച സ്ഥാനത്ത് തന്നെ മാറിപ്പോകാതെ നിരന്തരം നിലകൊള്ളുക, കണ്ടിന്യൂ ടു റിമെയിൻ എന്നും അർത്ഥം വരുന്നു. അബൈഡ് എന്നും റിമെയിൻ എന്നും ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. നമ്മളെ ചേർത്ത് വെച്ച സ്ഥാനത്ത് അവിടെ തന്നെ മാറിപ്പോകാതെ നിലകൊള്ളണം, നിരന്തരം മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ടിരിക്കണം. വസിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അബൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ തുടരുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ നാം അവനിൽ വസിക്കുകയാണെങ്കിൽ നമ്മിൽ പ്രവർത്തന നിരതമാകും. ആ ജീവൻ നമ്മിൽ കൂടി ഒഴുകി അത് ഫലം പുറപ്പെടുവിക്കും. ഇതിൽ ദൈവവചനത്തിന് ഒരു വലിയ പങ്കുണ്ട്. വചനം നമുക്ക് ശുദ്ധീകരണത്തിന് കാരണമാകണം. വചനം നമ്മെ ചെത്തി വെടിപ്പാക്കണം. അശുദ്ധികൾ വചനം നമുക്ക് കാണിച്ചു തരുമ്പോൾ നാം അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പോൾ യേശുവുമായുള്ള കൂട്ടായ്മ സംസർഗത്തിന് യാതൊരു തടസ്സവുമില്ലാതെ ദൈവജീവൻ നമ്മിൽ കൂടി അതിശക്തമായി വ്യാപരിക്കും. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം
നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവർ ആകുന്നു. അതോടൊപ്പം നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം അവനെ അനുസരിക്കുന്നവരുമാകും. അതാണ് 15-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ നാം വായിച്ചത്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. നാം ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? അതിനെന്തെങ്കിലും പ്രത്യേക വൈകാരികമായ അനുഭൂതികളുണ്ടോ? ഇല്ല, ഒരനുഭൂതിയും ഇല്ല. ഒരിക്കലും ഒരു വൈകാരിക അനുഭൂതിയും ഉണ്ടായിരിക്കണം എന്നില്ല. എന്നാൽ ചില പ്രത്യക്ഷ തെളിവുകൾ വെളിപ്പെട്ടു വരും. അവ സംശയലേശമന്യേ വ്യക്തമായിരിക്കുകയും ചെയ്യും. ഏറ്റവും ലളിതമായിട്ട് ഞാൻ പറഞ്ഞാൽ, ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വിശ്വാസി ഫലം കായ്ക്കും, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കും. 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. എന്താണ് കായ്ക്കുന്ന ഫലം എന്ന് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ഫലം കായ്ക്കുന്നത് കൂടാതെ പിതാവിന്റെ ചെത്തി വെടിപ്പാക്കൽ നാം അനുഭവിക്കും. ഈ ചെത്തി വെടിപ്പാക്കൽ എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. 15-2 കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. കൂടാതെ ക്രിസ്തുവിൽ വസിക്കുന്ന വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. അതാണ് 7-ാം വാക്യത്തിൽ പറഞ്ഞത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ക്രിസ്തുവിൽ വസിക്കുന്നവർ ക്രിസ്തുവിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയും. അവർ ക്രിസ്തുവിനെയും സഹോദരീ സഹോദരന്മാരെയും ഉറ്റു സ്നേഹിക്കും. അതാണ് 15-9. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. 15-12-13 വാക്യങ്ങൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ക്രിസ്തുവിൽ വസിക്കുന്നവൻ സ്നേഹമെന്ന ഫലം മാത്രമല്ല, സന്തോഷവും അനുഭവിക്കുന്നവനായിരിക്കും. അതാണ് 11-ാം വാക്യത്തിൽ പറഞ്ഞത്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. മുന്തിരിവള്ളിയെയും കൊമ്പുകളെയും സംബന്ധിക്കുന്നിടത്തോളം പരസ്പരം വസിക്കുന്ന ബന്ധം സ്വാഭാവികമാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസികളും ക്രിസ്തുവും സ്വാഭാവികമായിട്ട് അത് സംഭവിക്കുന്നില്ല. നാം അത് ബോധപൂർവം വളർത്തിയെടുക്കണം. നാം ദൈവത്തിൻ്റെ ആലോചനകളോട് സഹകരിച്ച് നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ബോധപൂർവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള സജീവ നിരന്തര ബന്ധം വളർത്തിയെടുക്കണം. യൂണിയൻ ആൻഡ് കമ്മ്യൂണിയൻ അത് നാം വളർത്തിയെടുക്കണം. അത് യാന്ത്രികമായി താനെ വന്നു ചേരുന്നതല്ല. അത് ദൈവത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ദൈവം തന്നെ അങ്ങ് ചെയ്യുന്നതല്ല. നമ്മളുടെ ഉത്തരവാദിത്വം നാം തിരിച്ചറിഞ്ഞ് നാം ചെയ്യേണ്ടത് നാമും ചെയ്യണം. ക്രിസ്തുവിൽ വസിക്കുന്നതിന് നാം നിരന്തരം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. 1, ആരാധന. മുന്തിരിവള്ളിയാകുന്ന കർത്താവിനെ, നമ്മുടെ രക്ഷകനാകുന്ന കർത്താവിനെ, അവൻ നമുക്ക് എന്ത് ചെയ്തു എന്നോർത്ത് നാം അവനെ നിരന്തരം ആരാധിക്കുന്നവരായിരിക്കണം. ആരാധനാ യോഗത്തിൽ പോകുന്നവരെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിരന്തരം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. ദൈവവചന ധ്യാനം, രാപ്പകൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. പ്രാർത്ഥന, ഇടവിടാതെ നാം പ്രാർത്ഥിക്കണം. ത്യാഗം, സേവനം, ഇതെല്ലാം ക്രിസ്തുവിൽ വസിക്കാൻ നമ്മെ കൂടുതൽ സഹായിക്കും. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ആരാധന, ദൈവവചന ധ്യാനം, പ്രാർത്ഥന, ത്യാഗാത്മക ജീവിതം, സേവന ശുശ്രൂഷ, ഈ കാര്യങ്ങളൊക്കെ ക്രിസ്തുവിൽ വസിക്കുവാൻ നമ്മെ കൂടുതൽ സഹായിക്കും. അങ്ങനെ അത് നാം അനുഭവിക്കുമ്പോൾ അതെത്ര ആനന്ദകരമായ ഒരു അനുഭവമാണെന്ന് നമ്മുടെ അനുഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ക്രിസ്തുവുമായുള്ള ആഴമായ ഈ സംസർഗ ബന്ധം നാം ഒരിക്കൽ ആരംഭിച്ചാൽ പിന്നെ അശ്രദ്ധയുള്ള ആഴമില്ലാത്ത ഒരു ലൗകിക ജീവിതത്തിലേക്ക് മടങ്ങുവാൻ ഒരിക്കലും നാം താല്പര്യപ്പെടുകയില്ല. കാരണം അത്ര എക്സൈറ്റിംഗ് അല്ലെങ്കിൽ ആനന്ദകരവും അത്ര അധികം നമുക്ക് ഉത്തേജനവും ഉത്സാഹവും സമൃദ്ധമായിട്ടുള്ള ജീവനും ഒക്കെ പകരുന്നതാണ് കൊമ്പുകളായിട്ട് നാം ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കൊമ്പുകളെക്കുറിച്ചും മുന്തിരിവള്ളിയെക്കുറിച്ചും അഥവാ മുന്തിരിവള്ളിയെക്കുറിച്ചും കൊമ്പുകളെക്കുറിച്ചുമാണ് ചിന്തിച്ചത്. മുന്തിരിവള്ളി പലതുണ്ടെങ്കിലും
നമുക്കിപ്പോൾ പ്രസക്തമായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആകുന്ന മുന്തിരിവള്ളിയാണ്. നമ്മൾ ശാഖകളായിട്ട്, കൊമ്പുകളായിട്ട് അവനിൽ നിരന്തരം വസിക്കുവാനായിട്ട്, സ്നേഹത്തിലും ഐക്യതയിലും അവനോട് ചേർന്നിരിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ നാം അവനിൽ വസിക്കുമ്പോൾ നമ്മളിൽ പല ഫലങ്ങൾ വരും. ഒന്ന് രണ്ടെണ്ണം ഇന്ന് സൂചനയിൽ വന്നല്ലോ. സ്നേഹം, സന്തോഷം, സമാധാനം, പ്രാർത്ഥന, ഇതെല്ലാം നമ്മൾ കർത്താവിൽ വസിക്കുന്നത് കൊണ്ട് സജീവമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ഉത്സുകരായിരിക്കാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി നമ്മളെ ഉത്തേജിപ്പിക്കട്ടെ. നമുക്ക് നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവം കർത്താവെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ദൈവത്തെ അവൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനാകുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്ന കാര്യം ഞങ്ങൾ ചിന്തിച്ചല്ലോ. കർത്താവെ, ആ സാക്ഷാൽ മുന്തിരിവള്ളിയായ കർത്താവിൽ കൊമ്പുകളായിട്ട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തരുന്ന പദവിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. നിരന്തരം വസിക്കുവാൻ, നിരന്തരം കർത്താവ് ഞങ്ങളെ ആക്കിയിരിക്കുന്നിടത്ത് തന്നെ ഉറച്ച് നിന്ന് കർത്താവുമായിട്ടുള്ള ഐക്യതയിലും കൂട്ടായ്മയിലും നിരന്തരം കർത്താവെ ഫലം കായ്ക്കുന്നവരായിട്ടിരിക്കാൻ തക്കവണ്ണം വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിനായിട്ട് അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ് ആരാധനയാലും പ്രാർത്ഥനയാലും വചനധ്യാനത്താലും കർത്താവ് ഞങ്ങളുടെ ത്യാഗാത്മക സേവന ശുശ്രൂഷയാലും ഒക്കെ സജീവമായിട്ട് കർത്താവിൽ വസിക്കുന്നവരും ധാരാളം ഫലം കായ്ക്കുന്നവരും അങ്ങനെ നിന്നെ മഹത്വപ്പെടുന്നവരും നിന്റെ ശിഷ്യന്മാരെന്ന് ലോകത്തിൽ വെളിപ്പെടുന്നവരുമായിട്ടിരിക്കാൻ തക്കവണ്ണം ആത്മാവിന്റെ കൃപ ഞങ്ങളിൽ വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ.